ഹായ് എവരിവൺ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ നമ്മളെപ്പോഴും സംസാരിക്കുന്നത് നേഴ്സിങ്ങിനെ പറ്റിയും MSc നേഴ്സിങ്ങിനെ പറ്റിയാണ്. കൂടുതലായിട്ട് ടയർ 1 കൺട്രീസിലുള്ള നേഴ്സിംഗ് അഡ്മിഷനുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് UK BSc നേഴ്സിംഗ്, ഓസ്ട്രേലിയയിൽ BSc നേഴ്സിംഗ്, കാനഡയിൽ BSc നേഴ്സിംഗ്, അത് കൂടാണ്ട് തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡിൽ BSc നേഴ്സിംഗ്. ഇതിൻ്റെ ഒരു ഓവർവ്യൂവും റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് നമുക്കാണെന്നുണ്ടെങ്കിൽ കാനഡയും അഡ്മിഷൻസിന് കാനഡയ്ക്ക് 6.5ഉം ഓസ്ട്രേലിയക്ക് 7 ബാൻഡും UK വിത്തൗട്ട് IELTSുമാണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്രൂട്ട്മെൻറ്റ് നമുക്ക് വേണ്ടി വരുന്നത്. ഈ ഒരു 3 രാജ്യങ്ങൾക്കും വേണ്ടി വരുന്നത്, അല്ല 4 രാജ്യങ്ങൾക്കും വേണ്ടി വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ITR ആണ് ഒരു വില്ലനായിട്ട് വരുന്നത്. അതായത് നമുക്ക് ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ കാണിക്കണം. നമ്മൾ ഈ ഒരു ഫേസിൽ ഇത് പഠിക്കാൻ നമ്മൾ സ്റ്റേബിളാണ് എന്ന് യൂണിവേഴ്സിറ്റീനെയും അതാത് രാജ്യങ്ങളുടെ ഹോം ഓഫീസിനെയും അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡിന് 12 ലക്ഷം രൂപയുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളായിരിക്കണം കുട്ടിയുടെ സ്പോൺസർ. അതായത് സ്പോൺസേഴ്സായിട്ട് മുന്നോട്ട് വരേണ്ടത് പേരൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ള ആൾ. ബ്രദറിനോ നമുക്ക് 30% വരെ ഇതായി. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിൻ്റെ നമ്മൾ പറഞ്ഞു. UK ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവിങ് എക്സ്പെൻസ് 28 ഡേയ്സ് മെച്യൂരിറ്റിയുള്ള ഫണ്ട് മാത്രം കാണിച്ചാൽ മതി. ലിവിങ് എക്സ്പെൻസ് അത് 10,000 പൗണ്ട് മുതൽ 13,000 പൗണ്ട് വരെയാണ് നമുക്ക് വരുന്നത്. 13,000 പൗണ്ട് വരെയാണ് വരുന്ന ലിവിങ് എക്സ്പെൻസ്. 1 ഇയറിലേക്കുള്ള കാണിച്ചാൽ മതി. സ്റ്റുഡൻറ്റ് അവിടെ എത്തിക്കാൻ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ആ ഒരു ഫണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ ഫീസിലേക്കാണ് വരുന്നത്. ഇനി 3 ഇതിന് ഫീസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും തന്നെ 40 lakhs പ്ലസ് ആണ് 3 ഇയറിലേക്കുള്ള ഫീസായിട്ട് വരുന്നത് ഓൺ ആൻ ആവറേജ്. ഒരു UK ആണെന്നുണ്ടെങ്കിൽ ഒരു 12,000 പൗണ്ട്സ്, ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിലും ഒരു 22 to 30K ഓസ്ട്രേലിയൻ ഡോളേഴ്സ്. ന്യൂസിലാൻഡും സെയിം തന്നെ വരും. കാനഡയും നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു 20,000 CAD ഉള്ളൊരു ഫീസിന് നമുക്ക് ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് 2 ഇയർ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഓസ്ട്രേലിയയിൽ കാനഡയിൽ 4 ഇയറാണ് RN കോഴ്സ്. RPN എന്ന് പറഞ്ഞ കോഴ്സാണ് കാനഡയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ UKയിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും നമുക്ക് വരുന്നത് 3 ഇയറാണ് BSc നേഴ്സിംഗ്. അത് പ്രീ രജിസ്റ്റേർഡ് കോഴ്സാണ്. വൺസ് കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിൻ നമ്പറോട് കൂടിയാണ് നിങ്ങൾ ആ കോഴ്സ് പാസ്സാവുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മറക്കല്ല്. ഓസ്ട്രേലിയയിൽ 2 ഓപ്ഷനുണ്ട്, RNും RPNും എന്ന് പറഞ്ഞ ഓപ്ഷനുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് എപ്പോഴും കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കോഴ്സിനെ പറ്റി പറഞ്ഞു, ഫീസിനെ പറ്റി പറഞ്ഞു, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റി പറഞ്ഞു, ലിവിങ് എക്സ്പെൻസും ITRനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് നോക്കുന്ന വരുന്നില്ല കേട്ടോ, തെറ്റിപ്പോരതില്ല. അപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, നിങ്ങളൊരിക്കലും വിചാരിക്കില്ല നോക്കിയാണല്ലോ പറയുന്നത്. ഒത്തിരി രാജ്യങ്ങളുടെ കാര്യം പറയും ബുദ്ധിമുട്ടാണ്. ഒരു രാജ്യത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടില്ല എന്ന് നമുക്ക് പറയാം. പിന്നീട് നമുക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ബാക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഓസ്ട്രേലിയയിലാകുമ്പോഴത്തേക്കും 4 ഇയർ വരെ സ്റ്റേ ബാക്ക് ഇടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റേ ബാക്ക് ഇടുന്നത് ഓസ്ട്രേലിയയിലാണ്. ആണ് ഫോളോഡ് ബൈ ന്യൂസിലാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഇയർ, കാനഡ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഇയർ, നമുക്കാണെന്നുണ്ടെങ്കിൽ UK ആണെന്നുണ്ടെങ്കിൽ 18 months, നിയർലി ലൈക്ക് ഇറ്റ് ഈസ് ലൈക്ക് 2 ഇയേഴ്സ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു 4 രാജ്യങ്ങളിൽ നമുക്ക് BSc നേഴ്സിംഗ് എടുക്കുന്ന കുട്ടികൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ PR ആണ് നെക്സ്റ്റ്. അപ്പോൾ ഈ 18ാമത്തെ വയസ്സിൽ ചെല്ലുന്ന കുട്ടിക്ക് എന്ന് PR കിട്ടും എന്നുള്ളതാണ് ഏത് പേരൻസിൻ്റെയും ക്വസ്റ്റ്യൻ. അപ്പോൾ 22ാമത്തെ വയസ്സിലാണെങ്കിൽ ഓസ്ട്രേലിയ PR കിട്ടും. ന്യൂസിലാൻഡും ഒരു എന്താ പറയുക, നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ PR കിട്ടും. അത് കൂടാണ്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ കാനഡ ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിലും റീജിയണൽ ഏരിയകളിൽ PR കിട്ടാൻ വളരെ എളുപ്പമാണ്. റീജിയണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് കേരളത്തിൻ്റെ റീജിയണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇടുക്കി ജില്ല കേരളത്തിൻ്റെ ഒരു റീജിയണൽ ഏരിയ ആണ്, ഒരു ടൗൺ അല്ല. എറണാകുളം എന്താ പറയുക, ലൈക്ക് ഒരു മെയിൻ സിറ്റിയാണ്. അപ്പോൾ എറണാകുളത്ത് PR കിട്ടുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും നമുക്ക് ഇടുക്കി PR കിട്ടുന്നത്, അല്ലെങ്കിൽ തൊടുപുഴ PR കിട്ടാൻ അതിലും ഈസി ആയിരിക്കും. ആ ഒരു രീതിയിൽ നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞാണ് എന്താണ് റീജിയണൽ ഏരിയ എന്നുള്ളത്. ഒരു രാജ്യത്തിൻ്റെ കുറച്ച് മാറിയുള്ള സ്ഥലം, മെയിനായിട്ടുള്ളൊരു സിറ്റിയിൽ നിന്ന് കുറച്ച് അവിടെ എല്ലാ സൗകര്യങ്ങളും കാണും, പക്ഷേ അത്ര ടോപ്പ് നോച്ച് ആയിരിക്കത്തില്ല, മെയിൻ സെൻട്രൽ സിറ്റിയിലായിരിക്കത്തില്ല എന്നുള്ളത് മാത്രമാണ് റീജിയണൽ ഏരിയ PR. UK PR നേഴ്സിംഗ് കഴിഞ്ഞിട്ട് 5 ഇയറിൽ നമുക്ക് PR നമുക്ക് കിട്ടും. അപ്പം അതാണ് നമുക്ക് മൊത്തത്തിലുള്ള ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഈ രാജ്യങ്ങളെല്ലാം പോയി പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജോ OSCയോ IELTSോ ഇതൊന്നും എഴുതി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി 4 രാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഫീസ് പറഞ്ഞു, സ്റ്റേ ബാക്ക് പറഞ്ഞു, PRനെ പറ്റി പറഞ്ഞു, അഡ്മിഷൻ്റെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇൻടേക്കുകൾ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫെബ്രുവരി, ജൂലൈ 2 ഇൻടേക്കുകളാണ് വരുന്നത്. UKക്ക് നമുക്ക് ജാനുവരി ഇൻടേക്ക് ഉണ്ട്, മെയ് ഇൻടേക്ക് ഉണ്ട്, സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട്. ത്രൂ ഔട്ട് ദി ഇയർ 3 ഇൻടേക്സ് ഉണ്ട്. കാനഡയ്ക്കും ഈ ഒരു പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഫെബ്രുവരി, ജൂലൈ, വിൻ്റർ ആൻഡ് സമ്മർ ഇൻടേക്ക്, ആ 2 ഇൻടേക്കുകളാണ് വരുന്നത്. അപ്പോൾ ഈ 4 രാജ്യത്തേക്കും BSc
നേഴ്സിംഗ് അഡ്മിഷനുകൾ നോക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ഗൈഡ് സ്റ്റഡിനെ കൊണ്ടൊക്കെ നമ്മൾ നിയർലി 5 ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ സ്ഥാപനം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് BSc നേഴ്സിംഗ് MSc നേഴ്സിംഗ് അഡ്മിഷനുകൾക്ക് വേണ്ടിയാണ്. മറ്റൊരു തരത്തിലുള്ള അഡ്മിഷനുകൾക്കും നമ്മൾ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാരണം നമ്മൾ വി ആർ ഓൾവേസ് വിത്ത് നേഴ്സസ്. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന നേഴ്സസ് ഡേ കൂടെയാണ്. അപ്പോൾ അപ്കമിങ് നേഴ്സസിനും എന്താ പറയുക നേഴ്സസ് ആയിട്ടുള്ള ആളുകൾക്കും നേഴ്സസ് ഡേയുടെ വിഷസ് നമ്മൾ കൺവേ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്മിഷനിലെ റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും വീഡിയോസ് നമ്മൾ പറഞ്ഞതിനകത്ത് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് എന്താ പറയുക അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യും. പിന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വീഡിയോയിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. നിങ്ങളെ ഒരാൾ നമ്മളെ അങ്ങോട്ട് കണക്ട് ചെയ്യും നമ്മുടെ ടീമിൽ കേട്ടോ. താങ്ക് യു എവരിവൺ.